ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് പുറത്തേക്ക് വരുന്ന സമയത്ത് മഹേഷിനെ കാണാനേ. അപ്പോൾ മഹേഷിനെ മാഷ് വിളിക്കണം. മഹേഷ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ മഹേഷ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് മാഷ് പറയാണ്, അതെ, എനിക്ക് നിന്നോടല്ല സംസാരിക്കേണ്ടതായിരുന്നു, നിൻ്റെ അച്ഛൻ രാമനാഥനോടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ലാതായി പോയല്ലോ. അദ്ദേഹമാണ് എനിക്ക് ഇതിനൊക്കെ മറുപടി തരേണ്ടത്. അദ്ദേഹം ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ മകളെ ഇങ്ങനെ ചോദ്യം ചെയ്യാനായി മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കില്ലായിരുന്നു. പക്ഷേ നീ അത് ചെയ്തു. നീ എൻ്റെ മകളെ ഉപേക്ഷിച്ചു, തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയുകയാണേ. അന്നേരം മഹേഷ് പറയുന്നുണ്ട്, അച്ഛൻ്റെ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. അച്ഛൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഭാര്യ മാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് അവരെയും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഈ ലോകത്തിലെ ഏത് പെണ്ണ് വഴിവഴിച്ച് പോയിന്ന് അച്ഛൻ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷേ അച്ഛൻ്റെ മോൾ അങ്ങനെ പോകില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛൻ്റെ മോള് മാലാഖയാണ്, ഇഷിത മാലാഖയാണ് എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ പ്രഭുദേവ മാഷിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ മാഷ് പറഞ്ഞു, മോനെ മാഷ് നീ എന്തി പറയുന്നത്? അതെ അച്ഛ, അവളൊരു മാലാഖ തന്നെയാണ്, അവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ജീവനാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്ക് അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് മതിയാവും. പക്ഷെ നീ എൻ്റെ മകളെ തക്ക സമയത്ത് ഉപേക്ഷിച്ചില്ലേ. എൻ്റെ മകൾ ഒറ്റപ്പെട്ടു, എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നീയും കൂടെ അംഗീകരിച്ചില്ലേ. അതോടുകൂടിയിട്ട് എൻ്റെ മകളുടെ ജീവിതം എന്തായി, ഇനി എന്തായിരിക്കും അവളുടെ അവസ്ഥ എന്നൊക്കെ പറയുകയാണ് മഹേഷിനോട്. അപ്പം മഹേഷ് പറഞ്ഞുകൊണ്ട്, അച്ഛ, കൈലാസിൻ്റെ ചതി മുഴുവൻ ഞാൻ പുറത്തു കൊണ്ടുവരും. എൻ്റെ ഭാര്യ തെറ്റുകാരിയല്ല എന്ന് എല്ലാവരും മുന്നിൽ ഞാൻ തെളിയിക്കും. അച്ഛൻ അതിന് എനിക്കൊരു അവസരം തരണം. പക്ഷേ ഇപ്പോൾ നടന്ന സംഭവങ്ങളൊന്നും എൻ്റെ അച്ഛനെ വിളിച്ച് അച്ഛൻ പറയരുത്. കാരണം അച്ഛന് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. പഴയ അവസ്ഥയിലേക്ക് തന്നെയായിരിക്കണം അച്ഛൻ തിരികെ വരേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അച്ഛൻ തിരികെ വരണം. അല്ലാതെ അച്ഛൻ അത്രയധികം വിഷമിച്ചിട്ടാവരുത് വരേണ്ടതെന്നൊക്കെ പറയുകയാണ്. അന്നേരം മാഷിങ്ങനെ മഹേഷിന് മനസ്സിലായ മട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. അച്ഛന് എന്തായാലും ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചാൽ മതി, ആരും അറിയണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശരി എന്നുള്ള രീതിയിൽ മഹേഷ് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആഷിതനെയും ഇഷിതനെയാണ്. അപ്പോൾ ആഷിത പറയുന്നുണ്ട്, മോളെ അന്ന് കൂട്ടുകാരിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് മോളെ അവസ്ഥ തന്നെയാണല്ലേ പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ അത് ചേച്ചി, ഞാൻ എൻ്റെ അവസ്ഥ തന്നെയാണ് പറഞ്ഞത്. ചേച്ചിനെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് എൻ്റെ അനുഭവമായിട്ട് പറയാഞ്ഞത്. കിട്ടി എന്തെങ്കിലും കൊണ്ട് അവൻ്റെ തല തല്ലി പൊളിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടണമായിരുന്നു. അവനിങ്ങനെ വെറുതെ വിട്ടാൽ പോരാ, അവന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ചേച്ചി, അവൻ എല്ലാവരുടെ മുന്നിൽ മാന്യനായി മാറി. എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് അടിച്ചു മാറ്റി അവൻ എൻ്റെ ഫോണിൽ നിന്ന് തന്നെ മെസ്സേജ് അയച്ച് എല്ലാവർക്കും മുന്നിൽ മാന്യനായി മാറി. അവൻ്റെ ഭാര്യ അവനെ വിശ്വസിച്ചു, അമ്മായിമ്മ അവനെ വിശ്വസിച്ചു, ആളേരും വിശ്വസിച്ചു. ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ് ചേച്ചി, ഞാൻ മാത്രമാണ് ഇവിടെ ഒറ്റപ്പെട്ടത് എന്നൊക്കെ പറയുകയാണ്. ആ പെണ്ണ് അവൻ്റെ കെണിയിൽപ്പെട്ടതാണ്. ആ പെണ്ണിന് ഇനി രക്ഷയില്ലാന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുകയാണ്. എന്തായാലും മോള് വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. അപ്പോഴേക്കും ഫോണിങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എടുക്കുന്നില്ല. അപ്പോൾ ഇഷിത ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വീട്ടിലൊന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും അമ്മയുടെ സ്വഭാവമൊന്നും ഇനി അങ്ങനെ വിട്ട് മാറാനൊന്നും പോകുന്നില്ല. എന്നാലും ചെറിയൊരു ആശ്വാസം ഉണ്ടെന്ന് മാത്രം. നിനക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയെന്നാണ് ഞാൻ ഇതുവരെ ആശ്വസിച്ചിരുന്നത്. ഇപ്പോൾ അതും ഇങ്ങനെ ആയല്ലോ എന്ന് പറയുകയാണ്. വീണ്ടും ഫോൺ ബെല്ലടിക്കാൻ ഇഷിതനെ. മഹേഷ് ആയിരിക്കും, നീ ഫോൺ എടുക്ക്. മഹേഷല്ല, മഹേഷിൻ്റെ അനിയൻ വിനോദാണ്. ഏതൊരു സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് വിനോദാണ് എന്ന് പറയാം. അപ്പോൾ ആഷിത പറഞ്ഞത് ശരിയാണ്, വിനോദ് നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് ആകുള്ളൊരു വിഷമം സുചിക്ക് അവനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇഷിത ഫോൺ എടുക്കും കേട്ടോ. ഫോൺ എടുത്തിട്ട് എന്താ വിനോദയെന്ന് ചോദിക്കുമ്പോൾ, ഏട്ടത്തി ഇവിടെ ഹോസ്പിറ്റലാണോ, എനിക്ക് ഏട്ടത്തിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ എന്ന് പറയുകയാണ്. ഏട്ടത്തിക്ക് തിരക്കുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എങ്കിലും എനിക്ക് കണ്ടേ മതിയാവും, ഏട്ടത്തി വേണ്ടാന്ന് പറയരുതെന്ന് പറയുമ്പോൾ, ശരി വിനോദ് എവിടെയാണെന്ന് പറയും, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആഷിതനോട് പറഞ്ഞിട്ട്, ചേച്ചി എൻ്റെ ഓഫീസ് റൂമിലേക്ക് ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാം. വേണ്ട മോളെ, ഞാൻ പോവുകയാണ്, മോള് പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കട്ടെ ഇഷിതനെ. ഇഷിതയും വിനോദും കൂടി കണ്ടുമുട്ടാണ്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, നടന്ന സംഭവങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ അറിഞ്ഞു ഏട്ടത്തി. എന്തായാലും കൈലാസിൻ്റെ ചതി എനിക്ക് മനസ്സിലായി. പക്ഷേ ഏട്ടത്തിനെ അവിശ്വസിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ നടന്നു. എന്തായാലും ഞാൻ ഒറ്റപ്പെട്ടു പോയി, എല്ലാവർക്കും മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ടു, എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ ഇഷിത അങ്ങനെ വിനോദിനോട് പറയുകയാണ്. ഇതിലിപ്പോൾ എന്താ സംഭവിച്ചത്, ഏട്ടത്തിക്ക് എല്ലാതും തന്നെ തുറന്ന് പറഞ്ഞിട്ട്, ആ പെണ്ണേതാ, ആ പെണ്ണിനെ ഏട്ടത്തി വഴിയിൽ വെച്ച് അങ്ങനെ കണ്ടതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതിന് പറയുന്നുണ്ട്, ഏട്ടത്തിൻ്റെ മനസ്സിലുള്ളതെല്ലാം ഏട്ടത്തി എന്നോട് തുറന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇഷിത പറയും, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച്
ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല, എല്ലാതും നടന്നു പോയില്ലേ. ഞാൻ ചതി തിരിച്ചറിയാൻ വൈകിപ്പോയി. കൈലാസ് എന്നെ പല രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ അയാൾക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട് പല തവണ. പക്ഷേ എങ്കിലും അയാളതനുസരിച്ചില്ല. അയാളതെൻ്റെ ബലഹീനതയായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ അയാൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. മഹേഷിനോട് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനതൊക്കെ മറച്ചു വെച്ചത്. പക്ഷേ അത് ഈ ഒരു രീതിയിലായി തീർന്നു. അപ്പോൾ വിനോദ് പറയണം, അന്ന് മറച്ചു വെച്ചത് തെറ്റായിപ്പോയി ചേച്ചി. ഏട്ടത്തി അത് അപ്പം തന്നെ അവന് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. ഏട്ടത്തി എന്നാലും നടന്ന സംഭവങ്ങളൊക്കെ ഒന്നും വിടാതെ എന്നോട് പറയാൻ പറയും. അങ്ങനെ ഇഷിത നടന്ന സംഭവങ്ങളൊക്കെ വിനോദിനോട് പറയുകയാണ്. അന്ന് അയാൾ എന്നെ പിടിച്ച് വലിച്ചപ്പോൾ ഞാൻ ബെഡിലേക്ക് വീണ്. കട്ടിൽ നിന്ന് നേരെ താഴത്തേക്കാണ് വീണത്. അപ്പോൾ എനിക്കെൻ്റെ മുന്നിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ മരിച്ച പോലെ കിടന്നു. അയാൾ വന്ന് നോക്കിയിട്ട് പേടിച്ച് ഞാൻ മരിച്ചെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ പുറത്തേക്ക് പോയത്. ആ തക്കത്തിന് ഞാൻ പുറത്തേക്ക് എണീറ്റ് ഓടുകയായിരുന്നു എന്ന് വിനോദിനോട് പറയാണ്. അപ്പോൾ ഏട്ടത്തി അവിടെ നിന്ന് പോയിട്ട് നേരെ വഴിയിൽ വെച്ചിട്ടാണോ ആ പെൺകുട്ടിനെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ വഴിയിൽ വെച്ചിട്ടല്ല ആ കുട്ടിനെ കണ്ടത്. ഞാൻ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ആ കുട്ടീനെ അന്വേഷിച്ച് പോയതാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ ഒരു ഭാഗം പറയുകയാണേ. അപ്പം ഇഷിത നേരെ ചെല്ലുന്നത് മയൂരിയുടെ വീട്ടിലേക്കാണ്. അപ്പം മയൂരി ചോദിക്കുന്നുണ്ട്, എന്താ മേഡം, എന്താ ഈ രാത്രിയിൽ എന്ന് ചോദിക്കുകയാണ്. ഇതിന് അത്യാവശ്യമായിട്ട് കാണേണ്ടതുണ്ടായിരുന്നു. നീ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരും. പോലീസ് സ്റ്റേഷനിലേക്കോ? മേഡം എന്താ ഈ പറയുന്നത്? കൈലാസിനെതിരെ നമുക്ക് കേസ് കൊടുക്കണം. അയാളുടെ പിടിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ് ഞാനിപ്പോൾ വരുന്നതെന്ന് പറയൂട്ടോ. അപ്പോൾ മയൂരിയാണെന്ന് വെച്ചാൽ ഒന്നും മിണ്ടുന്നില്ലേ. മേഡം, എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റില്ല. എന്താ നീ ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ നീ അങ്ങനെയല്ലല്ലോ എന്നോട് പറഞ്ഞത്. നീ പോലീസ് സ്റ്റേഷനിലേക്ക് വരാം, അയാൾക്കെതിരെ കേസ് കൊടുക്കാമെന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നതെന്ന് പറയും. പക്ഷേ മേഡം, അയാളുടെ ചിലവിലാണിപ്പോൾ എൻ്റെ അമ്മയുടെ ചികിത്സ നടക്കുന്നത്. അയാൾ അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ചികിത്സ നിന്ന് പോകുമെന്ന് പറയുകയാണേ. അപ്പോൾ ഇത് തന്നെയാണ് പെണ്ണുങ്ങളുടെ ബലഹീനതയും. നീ ഇങ്ങനെ ആവരുത്. നീ എന്താ ആലോചിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ അമ്മയുടെ ചികിത്സയും ബാക്കിയുള്ള നിൻ്റെ ലൈഫിലെ എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം. നിന്നെ ഞാനൊരു അനിയത്തിയായി കണ്ടോളാം. നീ എന്തായാലും വേഗം വായെന്ന് പറയുമ്പോൾ ശരി, എന്നാൽ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, മാത്രമല്ല അയൽവക്കത്തുള്ളൊരു ചേച്ചിനെ വിളിച്ച് വിവരം പറയണം. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നേരെ പോകാൻ കേട്ടോ അകത്തേക്ക്. അപ്പോൾ ഇഷിത അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മയൂരിയുടെ അമ്മയുടെ അടുത്ത് ചെന്ന് മരുന്നൊക്കെ നോക്കുമ്പോൾ മരുന്നിനൊക്കെ ഒരുപാട് വിലയാണ്. അപ്പോൾ വെറുതെ അല്ല അവൾ ഇങ്ങനെയൊക്കെ ആയതെന്നൊക്കെ അങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. അതിന് ശേഷം ഇഷിതയും മയൂരും കൂടി സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ മയൂരിനെ കുറിച്ച് പറയുമ്പോൾ വിനോദ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എങ്ങനെയാണ് മയക്കുമരുന്ന് അവളുടെ കയ്യിൽ വന്നത്? അവളുടെ കയ്യിൽ മയക്കുമരുന്ന് ഉണ്ടാവും. കൈലാസിൻ്റെ ഒരു കണ്ണി തന്നെയാണ് അവൾ എൻ്റെ കൂടെ കാറിൽ കയറി പോന്നിട്ട് ഞാൻ ഇറങ്ങിയ സമയത്ത് അത് കാറിൻ്റെ ഡാഷ്ബോർഡിൽ വെച്ചതായിരിക്കാം. പിന്നെ അവൾ ഫോൺ ചെയ്ത് അയൽവക്കത്തെ ചേച്ചിക്കാണെന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്തത് കൈലാസായിരിക്കും ഈ ബുദ്ധി അവൾക്ക് പറഞ്ഞു കൊടുത്തത്. മാത്രമല്ല അവൾ കാറിലിരുന്നു, അവൾക്ക് ഏതോ ഫോണൊക്കെ വരുന്നുണ്ടായിരുന്നു. മുക്കിയും മൂലയാണ് അവൾ സംസാരിച്ചത്. പക്ഷേ ആ സമയത്തൊന്നും എനിക്കൊരു തെറ്റിദ്ധാരണ തോന്നില്ല. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കൈലാസിൻ്റെ ചതിയിലൂടെയാണ് അവൾ നടന്നു നീങ്ങിയെന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും കൈലാസിൻ്റെ ചതി ഞാൻ ഉടനെ തന്നെ പുറത്ത് കൊണ്ടുവരും ചേച്ചി. ഏട്ടത്തി ഒന്നും വിഷമിക്കേണ്ട, ഏട്ടത്തി പോയിക്കോളൂ എന്ന് പറയുകയാണെ വിനോദ്. പിന്നീട് കാണിക്കുന്ന കൈലാസ് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് 40 ലക്ഷം രൂപ കിട്ടിയതിൽ കുറച്ചൊക്കെ ചിലവായിട്ടുണ്ട്, ബാക്കി നല്ലൊരു തുക കയ്യിലുണ്ട്. അതുകൊണ്ട് സ്ഥലം വിടുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇഷിതയുടെ ഫോണിൻ്റെ പാസ്വേഡ് അടിച്ച് മാറ്റി മെസ്സേജ് അയച്ചത് നന്നായി. ആ മെസ്സേജാണ് ഇപ്പോൾ എന്നെ രക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. മഹേഷാണ് ഒരു ദിവസം ഇഷിതയോട് ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നത് ഞാൻ കേട്ടത്. ചിപ്പി എന്നാണ് ഫോണിൻ്റെ പാസ്വേഡ് എന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചതി ചെയ്തത്. ആ ചതി തന്നെയാണ് ഇപ്പോൾ എന്നെ നിലനിൽക്കാനായിട്ട് സമ്മതിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.